ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്ററി അല്ലെങ്കിൽ ഇവല്യൂഷൻ ഓഫ് ഡെറിവേറ്റീവ്, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടേമാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് ഡെറിവേറ്റീവ്സിൻ്റെ ഹിസ്റ്ററി അതല്ലെങ്കിൽ ഇവല്യൂഷനാണ്. ഹിസ്റ്ററിയിൽ നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡിറൈവ് ചെയ്ത അല്ലെങ്കിൽ അതിൻ്റെ യൂസസ് എപ്പോൾ മുതലാണ് തുടങ്ങിയതെന്നും പിന്നെ നമ്മൾ ഇന്ത്യയിൽ അതിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ ഡെറിവേറ്റീവിൻ്റെ ട്രാൻസ്ലേഷനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഹിസ്റ്ററിയിൽ ഇവല്യൂഷൻസ് ദ വേൾഡ് വൈഡ് നോക്കാം. ഡെറിവേറ്റീവ്സ് ആർ നോട്ട് മോഡേൺ ഇൻവെൻഷൻ. ഒരു പുതിയൊരു ടേമോ അല്ലെങ്കിൽ പുതിയതായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമുക്ക് പരിചയമില്ലെങ്കിലും ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഒരു പുതിയതല്ല. നമ്മൾ ഹിസ്റ്റോറിക്കലി അത് നോക്കുകയാണെങ്കിൽ ബൈബിളിലൊക്കെ അതേപോലെ തന്നെ അരിസ്റ്റോട്ടലിൻ്റെ പൊളിറ്റിക്സിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിൽ വരെ ഈ ഒരു ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കമ്മോഡിറ്റീസായിട്ടും അതല്ലാത്ത രീതിയിലുള്ളൊക്കെ റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ആ റിസ്കിൻ്റെ ഒരു റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുള്ളതായിട്ട് ഇങ്ങനെ ഒരു ഡെറിവേറ്റീവ് പോലുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആ കാലഘട്ടത്തിൽ തന്നെ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇൻ ഓൾഡൻ ടൈംസ് കമ്മോഡിറ്റി പ്രൈസസ് വെർ ഓൾമോസ്റ്റ് ദ സോൾ കൺസേൺ ഓഫ് ദ ബിസിനസ് കമ്മോഡിറ്റി. അപ്പോൾ ആ കാലഘട്ടത്തിലാണെങ്കിലും ശരി, ബിസിനസ്സിൽ കൂടുതലായിട്ട് കമ്മോഡിറ്റീസിൻ്റെ ഡീലിംഗ് ഒക്കെ വരുന്ന സമയത്ത് ആ ഒരു പ്രൈസ് വേരിയേഷൻസ് അന്നും അവർ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാകുന്ന സമയത്ത് അതിലേക്ക് എത്തുമ്പോഴേക്കും ഹാർവെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ചിലപ്പോൾ നാച്ചുറൽ കലമിറ്റീസോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം കാരണമൊക്കെ അതിൻ്റെ ഒരു അവരുദ്ദേശിക്കുന്ന രീതിയിൽ ആ ഒരു പ്രോഡക്റ്റ് കമ്മോഡിറ്റി സെയിൽസ് നടത്താൻ കഴിയാതെ വരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഫേസ് ചെയ്യുന്ന ആ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ആ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു സമയത്ത് ആ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഡെറിവേറ്റീവ്സ് കോമൺ ആയിട്ട് കമ്മോഡിറ്റി മാർക്കറ്റിൽ യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കാരണം കമ്മോഡിറ്റി മാർക്കറ്റാണ് അന്ന് ഒരു സോൾ കൺസേൺ, ബിസിനസ്സിൻ്റെ സോൾ കൺസേൺ എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കമ്മോഡിറ്റി അല്ലെങ്കിൽ ബാർട്ടർ സിസ്റ്റം അതല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കമ്മോഡിറ്റീസിൻ്റെ എക്സ്ചേഞ്ച് മാത്രമാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് ക്ലാസ്സസ് ഓഫ് ഡെറിവേറ്റീവ് യൂസ് ചെയ്തതായിട്ട് കാണാൻ കഴിയും. ഇനി നമുക്ക് കുറച്ചും കൂടി ഒരു വൈഡായിട്ട് ഇതിൻ്റെ ഒരു ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ട്രേഡിംഗ് ഡെറിവേറ്റീവ് എന്നുള്ള രീതിയിൽ ഒരു എക്സ്ചേഞ്ച് ബേസ്ഡ് ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് റോയൽ എക്സ്ചേഞ്ച് ഇൻ ലണ്ടൻ ആണ്. ഇറ്റ് പെർമിറ്റഡ് ഫോർവേഡ് കോൺട്രാക്റ്റിംഗ്. റോയൽ എക്സ്ചേഞ്ച് ഇൻ ലണ്ടൻ ആണ് ഇത് ഒരു ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനിലേക്ക് വന്നിട്ടുള്ളത്. അത് പെർമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫോർവേഡ് കോൺട്രാക്റ്റിംഗ് ആയിരുന്നു. ദെൻ കൂടാതെ ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആർ ആൾസോ ജനറലി ട്രേസ്ഡ് ടു എദോയ റൈസ് മാർക്കറ്റ് ഇൻ ഒസാക്ക, ജപ്പാനിൽ 1650 തന്നെ ജപ്പാനിൽ ഫ്യൂച്ചർ കോൺട്രാക്റ്റും യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഹിസ്റ്റോറിക്കലി നമ്മൾ അതിൻ്റെ ചെക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇൻ 1848 ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഫെസിലിറ്റേറ്റ് ദ ട്രേഡിംഗ് ഓഫ് ഫോർവേഡ് കോൺട്രാക്റ്റ് ഓൺ വേരിയസ് കമ്മോഡിറ്റീസിൻ്റെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഇതിനൊരു എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് 1848 അതിൻ്റെ പേരാണ് ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് എന്ന് പറയുന്നത്. ഇത് ഡെവലപ്പായിട്ട് ഒരു മേജർ സെൻറ്ററായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സ്റ്റോറേജ്, അതേപോലെ തന്നെ സെയിൽസ്, അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു നല്ല രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് ഈ ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡ് വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇറ്റ് പ്രൊവൈഡ് ദ ഇനീഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ ബയർ ആൻഡ് സെല്ലർ to enter the forward contract in 1864 and overcome the credit risk. അപ്പോൾ ആ ക്രെഡിറ്റ് റിസ്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ മെയിനായിട്ട് അവർ ഫോർവേഡ് കോൺട്രാക്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫോർവേഡ് കോൺട്രാക്റ്റ് ആയത് കാരണം അതെന്തായിട്ട് മാറി, അത് ഫ്യൂച്ചർ എന്നുള്ള രീതിയിലാണ് പിന്നെ അത് ടേം യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി 1898 ഇതേപോലെ ബട്ടർ ആൻഡ് എഗ്ഗ് ഡീലേഴ്സ് അവർ
അവരുടെ ആ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിക്കാഗോ പ്രൊഡ്യൂസ് ചെയ്ത എക്സ്ചേഞ്ചുമായിട്ട് ജോയിൻ ചെയ്തത് ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് ഫോർ ട്രേഡിംഗ് ദ ഫ്യൂച്ചർ ടു ഹെഡ്ജ് ദ റിസ്ക്. അതൊരു മെയിനായിട്ട് ബട്ടർ ആൻഡ് എഗ് ഡീലേഴ്സാണ്. അവർ അവരുടെ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1898 ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ 1961 ഫ്യൂച്ചർ മാർക്കറ്റ് രംഗത്തേക്ക് ദ പോർക്ക് ബെല്ലീസിൻ്റെ ഡീലേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. 1964 ലൈവ് കാറ്റിൽ അവരുടെ റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1972 മെയിനായിട്ട് ലൈവ് ഹോഗ് ഫോറിൻ കറൻസിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ ആ ഒരു റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1975 ടീ ബോണ്ട് ഫ്യൂച്ചേഴ്സ്, 1982 ഇക്വിറ്റി ഇൻഡെക്സ് ഫ്യൂച്ചർ, ഇതിലൊക്കെ വരുന്ന റിസ്കുകൾ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഈ ചിക്കാഗോ ബോർഡ് ഓഫ് ട്രേഡും അതേപോലെ തന്നെ ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ചും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരു ലാർജ് എക്സ്ചേഞ്ച്, ഒരു വേൾഡ് വൈഡ് എന്നുള്ള രീതിയിൽ ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഓപ്പറേഷൻസൊക്കെയാണ് പിന്നീട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് ഹാൻഡിൽ ദ മോർ ദാൻ 1 ബില്യൺ കോൺട്രാക്റ്റ് ഇൻ എ ഇയർ. ഏകദേശം ഒരു 1000 ട്രില്യൺ വാല്യൂ ഉള്ള കോൺട്രാക്റ്റുകളൊക്കെയാണ് പിന്നീട് ഇവർ തമ്മിൽ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ ബിഗ് കൺസേൺ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയാണ് വേൾഡ് ലെവലിൽ നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ കാണാൻ കഴിയും. ഇനി നമ്മൾ ഇന്ത്യയിൽ ഡെറിവേറ്റീവിൻ്റെ സ്റ്റാർട്ടിങ്ങും അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഡെറിവേറ്റീവ് ഹാവ് ഫെയർലി ലോങ് ഹിസ്റ്ററി ഇൻ ഇന്ത്യ. ദ ഫസ്റ്റ് ഓർഗനൈസ്ഡ് ഫ്യൂച്ചർ മാർക്കറ്റ് കം ഇൻ 1875. 1875 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ് ഓർഗനൈസ് ആയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അവർ യൂസ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെൻറ്റ് ഫ്യൂച്ചർ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. പിന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ ഒരു ഫ്യൂച്ചർ മാർക്കറ്റിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്ത് യൂസ് ചെയ്യാൻ തുടങ്ങിയത് ബോംബെ കോട്ടൺ ട്രേഡ് അസോസിയേഷനാണ്. ഇതിന് കൂടാതെ 1893 ബോംബെ കോട്ടൺ എക്സ്ചേഞ്ച് ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1900 ഗുജറാത്തി വ്യാപ്തി മണ്ഡാലി ഫ്യൂച്ചർ ട്രേഡിംഗ് ഗ്രൗണ്ട് നട്ട് അതേപോലെ തന്നെ കോട്ടൺ കമൻസ് ചെയ്യുന്ന ആ ഒരു ഫീൽഡിലേക്കും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു നോട്ടബിൾ ഒരു ഫ്യൂച്ചർ എക്സ്ചേഞ്ച് എന്നുള്ള രീതിയിൽ പിന്നെ നമുക്ക് കാണാൻ പറ്റിയ വീറ്റിൻ്റെ ആണ്. ആ വീറ്റിൻ്റെ കമ്മോഡിറ്റി ഡീലിങ്സുമായി ബന്ധപ്പെട്ടിട്ട് ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് 1913 അത് യൂസ് ചെയ്തത് ചാമ്പർ ഓഫ് കൊമേഴ്സ് അറ്റ് ഹാപ്പർ എന്ന് പറയുന്ന ആ ഒരു എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടാണ് അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫ്യൂച്ചർ ട്രേഡിംഗ് ഇൻ ബുള്ളിയൻ, അതായത് ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ട് മുംബൈയിലാണ് ആദ്യമായിട്ട് ഫ്യൂച്ചർ ട്രേഡിംഗ് ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്തത്. 1920 അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് കൽക്കട്ട ഹെസൈൻ എക്സ്ചേഞ്ച് ലിമിറ്റഡ് ആണ്. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1913. അവർ മെയിനായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് റോ കോട്ടൺ ആൻഡ് ജൂട്ട് ഗുഡ്സ് ആയിരുന്നു. അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് ബോംബെ ബേസ് ചെയ്തിട്ടാണ്. ദെൻ ഓർഗനൈസ്ഡ് ഫ്യൂച്ചർ ട്രേഡിംഗ് ഇൻ റോ ജൂട്ട് ബിഗൻ ഓൺലി ഇൻ 1927. അപ്പോൾ ഈ ഒരു ഓർഗനൈസ്ഡ് അല്ലാതെ ഇൻഡിവിജ്വലായിട്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇതിന് മുന്നേ 1913 അത് സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ 1923 ഒരു ഓർഗനൈസ്ഡ് എന്നുള്ള രീതിയിൽ ഡെറിവേറ്റീവിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ഡെറിവേറ്റീവിൻ്റെ ആ ഒരു ട്രാൻസാക്ഷനും ഡീലിംഗും ഒക്കെ ഒരു ഓർഗനൈസ്ഡ് സെറ്റപ്പിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈസ്റ്റ് ഇന്ത്യ ജൂട്ട് അസോസിയേഷൻ ലിമിറ്റഡ് ആണ് മെയിനായിട്ട് ഈ രംഗത്തേക്ക് വന്ന് ഈ ഒരു ഓർഗനൈസേഷൻ എന്നുള്ള രീതിയിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1945 ഈ ഈസ്റ്റ് ഇന്ത്യ ജൂട്ടും അതേപോലെ തന്നെ നേരത്തെ 1930 നമ്മൾ കണ്ട ഒരു ഹെസൈൻ ലിമിറ്റഡ്, ഇത് രണ്ടും കൂടെ അമാൽഗമേറ്റ് ചെയ്തിട്ട് ഒരുമിച്ചാണ് പിന്നീട് ജൂട്ട് ആൻഡ് ജൂട്ട് ഗുഡ്സിൻ്റെ ഡീലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഇന്ത്യയിൽ 2 നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് കോൺട്രാക്റ്റ് റെഗുലേഷൻ ആക്ട് 1952 അതും പിന്നെ കൂടാതെ ഫോർവേഡ് മാർക്കറ്റ് കമ്മീഷൻ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് 1953 അപ്പോൾ ഈ 2 റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ ഗൈഡ് ലൈനാണ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡീലിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇത് മെയിനായിട്ട് സെവറൽ അതർ എക്സ്ചേഞ്ചിലേക്കൊക്കെ അത്
സ്പ്രെഡായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഡിഫറെൻറ്റ് കമ്മോഡിറ്റീസിൻ്റെ ഡീലിംഗ് ആണ് അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജൂൺ 2000 ആ ഒരു കാലയളവിലാണ് പിന്നീട് നമുക്ക് ഒരു സെറ്റപ്പും അതേപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസാക്ഷനിലൊക്കെ ഒരു കൂടുതലായിട്ടുള്ള സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് കാണാൻ കഴിയുക. കാരണം ആ സമയത്ത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചൊക്കെ ഈ ഡെറിവേറ്റീവ്സിൻ്റെ ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂൺ 2000 ഓൺവേർഡ്സ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അവരുടെ സെൻസെക്സ് അല്ലെങ്കിൽ നിഫ്റ്റിയിലൊക്കെ ഈ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ആ സമയത്ത് ഫോർവേഡ് ഫ്യൂച്ചറാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 2001 ഓപ്ഷൻ ഡെറിവേറ്റീവ്സും നിഫ്റ്റിയിൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 41 സ്റ്റോക്ക് ട്രേഡിംഗ് ഡെറിവേറ്റീവ്സുകളാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. 2003 ഒക്കെ എടുത്തു കഴിയുമ്പോൾ പിന്നെയും നമുക്ക് നമ്പർ ഓഫ് അതിൻ്റെ എണ്ണം കൂടിയതായിട്ട് കാണാൻ കഴിയും. ദെൻ ഇപ്പോൾ അറൗണ്ട് ഒരു 55% ടോട്ടൽ ടേൺ ഓവർ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡെറിവേറ്റീവ്സ് ഡീലിങ്സ് നടക്കുന്നുണ്ട്. 2005 കണക്കെടുത്ത് കഴിഞ്ഞാലും ഒരു 22% ഓവറോൾ ട്രാൻസാക്ഷൻസ് ഡെറിവേറ്റീവ് ഇൻസ്ട്രുമെൻ്റ് വഴി നടക്കുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു ഹിസ്റ്റോറിക്കലി പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ ഇറ്റ് ഈസ് ഫെയർലി ഒരു ലോങ് ഹിസ്റ്ററി തന്നെയാണ് ഇന്ത്യയിലെ ഡെറിവേറ്റീവ് മാർക്കറ്റിന് ഉള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള ടേം ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്. ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള സ്റ്റോക്ക്, ബോണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് അതല്ലെങ്കിൽ കറൻസീസൊക്കെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്ന ഡെറിവേറ്റീവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുക. ഈ ഡെറിവേറ്റീവിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്, അതാണ് കോമൺ ഡെറിവേറ്റീവ്സ്. കോമൺ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ആണ്. ഇവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇവിടെ സെല്ലർ ആരാണോ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ വരുന്നത് അയാൾ അണ്ടർലൈങ് അസറ്റിൻ്റെ ഓണർഷിപ്പ് അല്ലെങ്കിൽ ഓൺ ആയിട്ട് ഉണ്ടായിരിക്കണം എന്നില്ല. കയ്യിൽ ആ ഒരു അസറ്റ് ഇല്ലെങ്കിലും അയാൾക്ക് ഈ ഒരു ഡെറിവേറ്റീവ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ ഏർപ്പെടാം. ഇതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവിൽ പറയാനുള്ളത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇവിടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഡീൽ ചെയ്യുന്നത്. അവിടെ 2 ആളുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ് അവിടെ വാല്യൂ ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ട് വരിക. കാരണം അണ്ടർലൈങ് അസറ്റിൻ്റെ വാല്യൂ ആണ് ആ ഒരു ഡെറിവേറ്റീവിൻ്റെ വാല്യൂ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഇറ്റ് ക്യാൻ ബി അണ്ടർടേക്കൺ ഡയറക്ട്ലി ബിറ്റ്വീൻ ദ 2 പാർട്ടീസ് ഓർ ത്രൂ ദ പർട്ടിക്കുലർ എക്സ്ചേഞ്ച്. അപ്പോൾ നമുക്ക് OTC വഴിയും അതേപോലെ തന്നെ എക്സ്ചേഞ്ച് ട്രേഡഡ് ആയിട്ടും ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഡീൽ ചെയ്യാൻ കഴിയും. ദ നെക്സ്റ്റ് വൺ വരുന്നത് The trading result through financial derivatives are not shown in the financial statement. അതായത് ഒരു ഓഫ് ബാലൻസ് ഷീറ്റ് നാച്ചുറാണ്, ബാലൻസ് ഷീറ്റിൽ ഇതിൻ്റെ റിസൾട്ട് റിഫ്ലക്റ്റ് ചെയ്യില്ല. ദ നെക്സ്റ്റ് വൺ വരുന്നത് യൂഷ്വലി ഇൻ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ദ ടേക്കിംഗ് ഓർ മേക്കിംഗ് ഡെലിവറി ഓഫ് അണ്ടർലൈങ് അസറ്റ് ഈസ് നോട്ട് ഇൻവോൾവ്ഡ്. ഇവിടെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു റൈറ്റ് പാസ് ചെയ്യണം, അല്ലാതെ നമ്മുടെ കയ്യിലുള്ള ഓണർഷിപ്പ് മുഴുവനായിട്ട് അവിടെ ഇങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടാവുന്നില്ല. ഇതാണ് മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സിൽ പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. മെയിനായിട്ട് 6 രീതിയിലുള്ള ഡെറിവേറ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് കറൻസി ഡെറിവേറ്റീവ്, ദെൻ നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ്, ദെൻ മൂന്നാമത്തെ ഇക്വിറ്റി ഡെറിവേറ്റീവ്, ഫോർത്ത് വൺ സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവ്, ദെൻ ക്രെഡിറ്റ് ഡെറിവേറ്റീവ് ആൻഡ് ദ ലാസ്റ്റ് വൺ അതർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം, എന്താണ് കറൻസി ഡെറിവേറ്റീവ്. കറൻസി ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്, അവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് വരുന്നത് ഡിഫറെൻറ്റ് നേഷനിലെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന കറൻസീസ് ആയിരിക്കും. അപ്പോൾ ഇന്ത്യ ആണെങ്കിൽ നമുക്ക് റുപ്പീസ് എന്ന് പറയാം, അതേപോലെ തന്നെ US ഡോളർ, കനേഡിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ, അതേപോലെ യൂറോ, യെൻ, ഇത്തരത്തിലുള്ള കറൻസീസൊക്കെ അണ്ടർലൈങ് അസറ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കറൻസി ഡെറിവേറ്റീവ് എന്ന് പറയാം. ഇത്
ബേസിക്കലി നമ്മൾ ഫോർവേഡോ ഫ്യൂച്ചറോ ഓപ്ഷനോ സ്വാപ്പൊക്കെ ഇതിൽ വരാം. പക്ഷേ ഇവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കറൻസി ആയിരിക്കും. ഈ കറൻസി ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയത് 1972 മുതലാണ്. ബ്രിട്ടൺ വുഡ് സിസ്റ്റം പ്രകാരമാണ് ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈം ഇത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ട്രേഡഡ് ഇൻ കറൻസി ഫ്യൂച്ചർ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഇൻ്റർനാഷണൽ മോണിറ്ററി മാർക്കറ്റ് ഓഫ് ദി ചിക്കാഗോ മെർക്കൻറ്റൈൽ എക്സ്ചേഞ്ച് US-ലാണ് 1972 ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ആണ്. ഇവിടെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. ഇവിടെ മോസ്റ്റ് കോമൺ ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലിബർ ആണ്. ഈ ലിബറിനെ കുറിച്ച് വൺ വേർഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണാം കേട്ടോ. അപ്പോൾ ലിബറിൻ്റെ ഫുൾ ഫോം പഠിച്ചു വെക്കുക. ലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ്. അപ്പോൾ നമ്മുടെയൊക്കെ ഇവിടെ ബാങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് ലിബർ. ലിബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ലണ്ടൻ ഇൻ്റർ ബാങ്ക് ഓഫർ റേറ്റ്. അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻസ്ട്രുമെൻറ്റിൻ്റെ വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ട്രഷറി ബില്ല് അതല്ലെങ്കിൽ ട്രഷറി ബോണ്ടൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡെറിവേറ്റീവിനെയാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാം. നെക്സ്റ്റ് വൺ വരുന്നത് ഇക്വിറ്റി ഡെറിവേറ്റീവ് ആണ്. മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവാണ്. ഇവിടെ ഇങ്ങനെ അണ്ടർലൈങ് അസറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും കമ്പനികളുടെ അല്ലെങ്കിൽ കോർപ്പറേറ്റുകളുടെ ഇക്വിറ്റി സ്റ്റോക്ക് ആയിരിക്കാം. വൈഡായിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഡെറിവേറ്റീവ്സാണ് ഇക്വിറ്റി ഡെറിവേറ്റീവ്സ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവാണ്. ഇവിടെ നമ്മൾ നവയുടെ ഇതിങ്ങനെ ഗ്രോ ആയിട്ട് വരുന്നതാണ്, പോപ്പുലറായിട്ട് വരുന്ന ഒരു സംഭവമാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഈ ഒരു ഡെറിവേറ്റീവ്സിലൂടെ ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷൻ ഫ്രം മാർക്കറ്റ് റിസ്ക്. ആ ഒരു കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ ഇൻഡിസസിൻ്റെ വേരിയേഷനിൽ മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് വരുമ്പോൾ വരുന്ന റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഫ്യൂച്ചറോ ഓപ്ഷനോ നമ്മൾ ഈ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡെറിവേറ്റീവാണ് സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഡെലിവറി ഓഫ് അസറ്റ് ഈസ് നോട്ട് possible. In the case of stock indices derivative, delivery of the asset is not possible. അപ്പോൾ നമ്മൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ഒക്കെ ആണെങ്കിൽ അവിടെ ഒരു കമ്മോഡിറ്റിയുടെ എക്സ്ചേഞ്ച് നടക്കുന്നു എന്ന് പറയാം. പക്ഷേ ഇവിടെ സ്റ്റോക്ക് ഇൻഡിസസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡിസസ് ആണ് ഇത് സെൻസെക്സ്. അതേപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നമുക്കറിയാവുന്ന ഒന്നാണ് ഇത് നിഫ്റ്റി. അതേപോലെ തന്നെ നാസ്ഡാക്ക്. അത്തരത്തിലുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡിസസ് അതിന് വെച്ചുകൊണ്ട് നമ്മൾ എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ് ട്രാൻസാക്ഷൻസ് നടത്തുകയാണെങ്കിൽ അതിനെയാണ് സ്റ്റോക്ക് ഇൻഡിസസ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇവിടെ മെയിനായിട്ട് മാർക്കറ്റ് റിസ്ക് കവർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു പ്രൊട്ടക്ഷനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇത് ഫ്യൂച്ചറായിട്ടോ അതല്ലെങ്കിൽ ഓപ്ഷൻ ബേസിലൊക്കെ ഓൾ ഓവർ ദ വേൾഡ് ഇന്ന് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ അസറ്റിൻ്റെ ഡെലിവറി നോട്ട് പോസിബിൾ ആണ്. കാരണം ഇതൊരു ഇൻഡിസസ് മാത്രമാണ്, അല്ലാതെ ഫിസിക്കൽ കമ്മോഡിറ്റി അവിടെ ഇല്ല. നെക്സ്റ്റ് വൺ വരുന്നത് ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ആണ്. ഇതൊരു റീസെൻറ്റ് ഇന്നോവേഷനാണ്. ഇവിടെ ഡെറിവേറ്റീവ്സ് ബേസ് ചെയ്യുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് അതല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ഫ്ലോയിൽ വരുന്ന ഡിഫറെൻറ്റ് ക്യാഷ് ഫ്ലോയിൽ സംഭവിക്കുന്ന ഒരു റിസ്ക് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ക്രെഡിറ്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഇത് 6 തരത്തിലാണ് നവയുടെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്. ആ പേരുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ക്രെഡിറ്റ് ഡീഫോൾട്ട് സ്വാപ്പ്, ടോട്ടൽ റിട്ടേൺ സ്വാപ്പ്, ക്രെഡിറ്റ് ലിങ്ക്ഡ് നോട്ട്, ക്രെഡിറ്റ് സ്പ്രെഡ് ഓപ്ഷൻ, ക്രെഡിറ്റ് ബാസ്ക്കറ്റ് സ്വാപ്പ് ആൻഡ് കൊളാറ്ററലൈസ്ഡ് ലോൺ ഒബ്ലിഗേഷൻ. ഇതൊക്കെയാണ് പലതരത്തിലുള്ള ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ്. ഇവിടെ പ്രൊഡക്റ്റ് ട്രാൻസ്ഫർ ദ ക്രെഡിറ്റ് റിസ്ക് വിത്തൗട്ട് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആരെങ്കിലും ബാങ്കിലൊക്കെ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുക, അതല്ലാതെ ഇവിടെ ഇങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. അത് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നെ പഠിക്കുക. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് റിസ്ക് മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ, അതല്ലാതെ ഇവിടെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല.
പിന്നെ ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് ഇൻക്ലൂഡ് എ റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഡിസൈൻ ടു മാനേജ് ദ ക്രെഡിറ്റ് റിസ്ക് ഓർ ഡീഫോൾട്ട് റിസ്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു റിസ്കിൻ്റെ വേരിയേഷൻ അനുസരിച്ചിട്ട് പലതരത്തിലുള്ള ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡീഫോൾട്ട് റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റിൽ വാല്യൂ അല്ലെങ്കിൽ അതിൽ ഫ്ലക്ച്വേഷൻസ് വരുന്നത് പ്രകാരം വരുന്ന ക്രെഡിറ്റ് റിസ്കുകൾ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഡിഫറെൻറ്റ് പല രീതിയിലുള്ള ക്രെഡിറ്റ് ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ വരുന്നത് അതർ ടൈപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. അതർ ടൈപ്പിൽ മെയിനായിട്ട് നമുക്ക് 4 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ വരുന്നത് വാറണ്ട് വാറണ്ടാണ്. വാറണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ ഈ ഒരു ഡെറിവേറ്റീവിൻ്റെ കാലാവധി സാധാരണ നമ്മൾ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുന്നത് അപ് ടു 1 ഇയർ വരെ, അതല്ലെങ്കിൽ ഒരു 9 മന്ത് ആ ഒരു കാലയളവിലേക്കൊക്കെയാണ് ഡെറിവേറ്റീവ്സ് നമ്മൾ യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ വാറണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ലോങ് ഡേറ്റഡ് ഓപ്ഷൻസിനെയാണ് നമ്മൾ വാറണ്ട് എന്ന് പറയുക. ഇവിടെ ആ ഒരു ടൈം അല്ലെങ്കിൽ സ്പാൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 3 to 7 ഇയേഴ്സ് ആവും. അതായത് 3 മുതൽ 7 വർഷം വരെയുള്ള ഓപ്ഷൻ ഡെറിവേറ്റീവ്സിനെയാണ് വാറണ്ട് എന്ന് പറയുന്നത്. വാറണ്ട് ഈസ് ജസ്റ്റ് ലൈക്ക് ഈസ് എൻ ഓപ്ഷൻ കോൺട്രാക്ട് വെർ ദ ഹോൾഡർ ഹാസ് ദ റൈറ്റ് ടു ബൈ ഷെയർസ് ഓഫ് എ സ്പെസിഫൈഡ് കമ്പനി അറ്റ് എ സെർട്ടൻ പ്രൈസ് ഡ്യൂറിങ് ദ സ്പെസിഫൈഡ് ടൈം പീരീഡ്. അപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർസ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെറിവേറ്റീവാണ്. ഇതിൻ്റെ കാലയളവ് എന്ന് പറയുമ്പോൾ 3 മുതൽ 7 വർഷം വരെ ആയിരിക്കും. സാധാരണ ഡെറിവേറ്റീവ്സ് നമ്മൾ 1 ഇയറിലാണ് സാധാരണ ഓപ്ഷൻ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ 9 മന്തൊക്കെ വാലിഡിറ്റി ഉള്ളതാണ് യൂസ് ചെയ്യുക. പക്ഷേ ഇവിടെ ഇങ്ങനെ ലോങ് പീരീഡിലേക്ക് ഒരു 3 to 7 ഇയേഴ്സ് വരെയുള്ള വാലിഡിറ്റി ഉള്ളതായിരിക്കും വാറണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ലീപ്പ്. ഫുൾ ഫോം പഠിച്ചു വെക്കുക. ലീപ്പ് മീൻസ് ലോങ് ടേം ഇക്വിറ്റി ആൻറ്റിസിപ്പേഷൻ സെക്യൂരിറ്റി. ഇവിടെ മെച്യൂരിറ്റി ടൈം എന്ന് പറയുന്നത് അപ് ടു 3 ഇയേഴ്സ്, 3 വർഷം വരെയുള്ള ഓപ്ഷൻ കോൺട്രാക്റ്റ് ആണ് ഇതിൽ വരുന്നത്. ദ നെക്സ്റ്റ് വൺ വരുന്നത് ബാസ്ക്കറ്റ്. ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈങ് അസറ്റ് ആണ്. അതായത് ഒരു ബാസ്ക്കറ്റിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള അണ്ടർലൈങ് അസറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നു, അതിനെയാണ് ബാസ്ക്കറ്റ് എന്ന് പറയുന്നത്. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ ഇത്. The underlying asset is usually a moving average of a basket asset. Equity index option are form of ബാസ്ക്കറ്റ് ഓപ്ഷൻ. അതിന് എക്സാമ്പിളാണ് ഇക്വിറ്റി ഇൻഡെക്സ് ഓപ്ഷൻ. അപ്പോൾ ബാസ്ക്കറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ പോർട്ട്ഫോളിയോ എന്നുണ്ടായിരിക്കണം. പോർട്ട്ഫോളിയോ ഓഫ് അണ്ടർലൈങ് അസറ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു ടൈപ്പ് മാത്രമല്ല, ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ ഒരു കോമ്പിനേഷൻ. ദ നെക്സ്റ്റ് വൺ വരുന്നത് കൺവേർട്ടബിൾ ആണ്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈബ്രിഡ് സെക്യൂരിറ്റീസ് ആണ്. അതായത് ദേ കമ്പൈൻ ദ ബേസിക് ആട്രിബ്യൂട്ട് ഓഫ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആൻഡ് വേരിയബിൾ റിട്ടേൺ സെക്യൂരിറ്റീസ്. ഫിക്സഡ് ഇൻട്രസ്റ്റും വേരിയബിളും ഇത് തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ, ഒരു ഹൈബ്രിഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണ് ഏത് വരുന്നത്, കൺവേർട്ടബിൾ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. മെയിനായിട്ട് ഇതിന് എക്സാമ്പിൾ കൺവേർട്ടബിൾ ബോണ്ട്, കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ്, കൺവേർട്ടബിൾ പ്രിഫറൻസ് ഷെയർസ് ഒക്കെയാണ്. അതായത് ഒരു മെച്യൂരിറ്റി ടൈമിന് ശേഷം നമുക്ക് ഇക്വിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതായത് വേരിയബിൾ റിട്ടേൺ ആണ്. ആ വേരിയബിൾ റിട്ടേണിന് നമ്മൾ ഫിക്സഡ് മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് കൺവേർട്ടബിൾ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. ഇതിന് മറ്റൊരു പേര് കൂടെ ഉണ്ട്. ഇതിൻ്റെ പേരാണ് ഇക്വിറ്റി ഡെറിവേറ്റീവ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഫുള്ളി ഓർ പാർഷ്യലി കൺവേർട്ടഡ് ഇൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് ഇഷ്യൂയിങ് കമ്പനി. ഇത്രയാണ് കൺവേർട്ടബിൾ ഡെറിവേറ്റീവ്സിൽ വരുന്നത്. ദ നെക്സ്റ്റ് ഇനി നമുക്ക് നോക്കാനുള്ള ഹെഡിങ് ഡിഫറൻസ് ബിറ്റ്വീൻ കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആൻഡ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് ആണ്. 3 പോയിന്റ് മാത്രമാണ് പറയുന്നുള്ളൂ. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോയിന്റ് അതിൽ അണ്ടർലൈങ് അസറ്റ് ആയിട്ട് വരുന്നത് കമ്മോഡിറ്റീസ് ആവാം. കമ്മോഡിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കോട്ടൺ വരാം, ദെൻ ഓറഞ്ച് ജ്യൂസോ ടർമറിക്കോ പെപ്പറോ അതേപോലെ തന്നെ വീറ്റ്, ഗോൾഡ്, സിൽവർ ഈ രീതിയിലുള്ള കമ്മോഡിറ്റീസ് ആവാം. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അവിടെ അണ്ടർലൈങ് അസറ്റായിട്ട് ഉപയോഗിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടുള്ള ബോണ്ട്, സ്റ്റോക്ക് ഇൻഡിസസ് അതല്ലെങ്കിൽ കറൻസി അതെങ്കിലും ആയിരിക്കും. ഇത് നെക്സ്റ്റ് വൺ വരുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടാണ്. അവിടെ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു വേരിയൻസ് അവിടെ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ കമ്മോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അത് വേരിയേഷനാണ്. അവിടെ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത് നമുക്ക് അവിടെ ഇങ്ങനെ ഒരു ഡീലിങ്ങിൽ നമുക്ക് കാണാൻ കഴിയില്ല.
അവിടെ ക്വാളിറ്റി ഓഫ് അണ്ടർലൈങ് അസറ്റ് വേരി ചെയ്യാം. കമ്മോഡിറ്റിയുടെ ക്വാളിറ്റീസിൽ വ്യത്യാസം വരാം. അപ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് സെയിം ആയിരിക്കും എന്ന് പറയാൻ കഴിയില്ല കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ. ദെൻ മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ ആ കമ്മോഡിറ്റീസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു വെയർ ഹൗസ് അതല്ലെങ്കിൽ ഒരു സ്റ്റോറേജ് പ്ലേസിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ സ്റ്റോറേജ് പ്ലേസിൻ്റെ ആവശ്യം വരുന്നില്ല. ഇത്രയാണ് നമുക്ക് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ നെക്സ്റ്റ് ലൈവ് ക്ലാസ്സിന് വരുന്നതിന് മുന്നേ നിങ്ങളിത് വോയിസ് കേട്ടിട്ട് അതിൻ്റെ ക്ലാസ് അത് നോട്ട്സ് എഴുതി എടുത്തിട്ട് ഒന്ന് കേട്ടിട്ട് പഠിച്ചിട്ട് വരിക കേട്ടോ. ഓക്കെ, താങ്ക് യു.